ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണത് അറിയോ? നമ്മളിന്ന് ഹെൽത്ത് സെൻ്ററിലേക്കാട്ടോ പോണത്. പറപ്പാറപ്പുറം ഹെൽത്ത് സെൻ്ററിലേക്കാട്ടോ വന്നേക്കുന്നത്. നമ്മൾ അമ്മൻ്റെ മരുന്ന് ഇവിടെ നിന്നാണ് മേടിക്കാറ്. ബുധനാഴ്ചകളിലാണ് മരുന്ന് തരാറ് കേട്ടോ. അമ്മയ്ക്കൊരു ബുക്ക് ഉണ്ട് കേട്ടോ, അതിലാണ് നമ്മൾ മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതാറ് കേട്ടോ. അത് 5 രൂപയ്ക്ക് നമ്മൾ കൗണ്ടറിൽ കൊടുത്തിട്ട് നമുക്കന്നത്തെ ഡേറ്റും പിന്നെ ടോക്കണിൻ്റെ നമ്പർ എഴുതി തരും. 5 രൂപയാണ് കൊടുക്കേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. വേറൊരു ഓട്ടോക്കാരൻ്റെ നിന്ന് 10 രൂപ മേടിച്ചിട്ട് അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താട്ടോ ചെയ്തത്. എന്നിട്ട് ആ ബുക്ക് ആയിട്ട് പോയി ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് എഴുതി തരും കേട്ടോ. ഇത് നമ്മൾ സ്ഥിരം കുടിക്കാറുള്ള മരുന്ന് തന്നെയാണ്. ഞങ്ങളത് 171 ടോക്കണിൻ്റെ നമ്പർ, 60 സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നന്നായി പോസ്റ്റ് അടിച്ച് ഒരുപാട് ലേറ്റ് ആവട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കൊറിയർ വന്നായിരുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയലത്തൂർ വന്ന് അത് കളക്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഇച്ചാപ്പൂൻ്റെ ബേബി ഓയിൽ കഴിഞ്ഞായിരുന്നു. നമ്മൾ കോട്ടയ്ക്കലിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യൽ. കോട്ടയ്ക്കലിൻ്റെ ഓയിലും പിന്നെ കോട്ടയ്ക്കലിൻ്റെ സോപ്പാട്ടോ ഇച്ചാപ്പൂന് യൂസ് ചെയ്യാറ്. ഈ ഓയിലിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി റിസൾട്ടാട്ടോ തരുന്നത്. പിന്നെ അത് മുടി വളരാനൊക്കെ നന്നായി സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ബേബീസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് മേടിച്ച് ഞങ്ങൾ നേരെ ഹെൽത്ത് സെൻ്ററിലേക്ക് വന്നു കേട്ടോ. അപ്പോഴും നമ്മൾ ടോക്കൺ ആയിട്ടില്ലായിരുന്നു. പിന്നെയും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ തന്നെ ജിമ്മുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം ഇച്ചാപ്പിനെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നമ്പറായി ഞങ്ങൾ മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് പപ്സ് കഴിച്ചു കേട്ടോ. ചിക്കനും എഗ്ഗും ആണ് ഓർഡർ ചെയ്ത്. നമ്മളെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പം മീനും ഇല്ലായിരുന്നെങ്കിൽ ഇച്ചാപ്പൂനായിട്ട് ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടേനെ. അപ്പം എൻ്റെ നെറ്റിയും കണ്ടില്ല ഒരു കുരു വന്നേക്കാണ്. അതാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരണത്. ഈ കട എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം കയറുന്നതാണ്. ഇവിടുത്തെ സാൻഡ്വിച്ച് ഉണ്ട്, അതാണ് അടിപൊളി. ഞങ്ങളവിടെ എത്താൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു, ഞങ്ങൾക്ക് മിസ്സായിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടോ. എന്നിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തിറക്കി വന്ന് കയറിയപ്പോൾ തന്നെ ഇച്ചാപ്പ് നിലത്ത് ഒറ്റൊരു കിടത്തായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പുറത്തൊക്കെ പോയി കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് നേരെ വീട്ടിൽ വന്നാണ്ട് നിലത്ത് ഒറ്റ കിടത്തം കിടന്നാൽ നല്ലൊരു സുഖമല്ലേ നമ്മൾ പുറത്തിനൊക്കെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിലത്ത് കിടന്നു. എന്നിട്ട് നേരെ പോയേണ്ട അവൻ്റെ വണ്ടിയിൽ പോയി കളിക്കാൻ പോയിട്ടോ. അപ്പോൾ കുറച്ച് അധികം നേരം വരി നിന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ആ ബേബി ഓയിൽ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളി റിസൾട്ടാണ്. ഒരു മോശവും പറയാനില്ല. ഹെയറൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ തലയിൽ മേലൊക്കെ തേപ്പിച്ചിട്ട് 5-10 മിനിറ്റ് നിർത്തിയിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ ആ സ്മെല്ല് പോലെ കേട്ടോ തലേന്ന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നതാണ്, ടേബിൾമെൻ്റെ തലയിടിച്ചിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.